ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് എന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. 1.5 ഗ്ലാസ് അരി ആയതുകൊണ്ട് 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. അര സ്പൂണ് ഉലുവ നല്ലതുപോലെ കുതിർത്ത് വെക്കുക. തലേന്നേക്കാണെങ്കിൽ നമ്മൾ ഇന്നേ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് വൈകുന്നേരമാണ് നല്ലതുപോലെ അടിക്കേണ്ടത്. അടിക്കുന്നതിന് മുന്നേ ഒരു 3 പിടി ചോറും ചേർത്ത് നല്ലതുപോലെ അരയ്ക്കുമ്പോൾ ഞാൻ ദോശക്കായതുകൊണ്ടാണ് കുറച്ച് ലൂസിൽ അരയ്ക്കുന്നത്. ഇഡ്ഡലിക്കാണെങ്കിൽ ഇത്ര വെള്ളം വേണ്ട, ടൈറ്റിലാണ് ചേർക്കേണ്ടത് ഇഡ്ഡലിക്ക്. അപ്പോൾ ദോശക്കായതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഞാൻ ചേർത്തത്. അങ്ങനെ ചേർത്ത് നല്ലതുപോലെ അരച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ല അടപ്പ് വെച്ച് മൂടി വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും നല്ലതുപോലെ പൊങ്ങി വരും. പുളിക്കാണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഞാൻ പുളി അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്തത്. കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്താൽ അത്ര അങ്ങോട്ട് പുളിക്കൂല, പുളി ഉണ്ടാവില്ല, നല്ലോണം പൊങ്ങി വരും. എന്നിട്ട് രാവിലെ ആയതിന് ശേഷം ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ കല്ലിൽ ചെയ്യേണ്ടവർക്ക് നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചെയ്യുക. ഞാൻ ഇൻഡാലിയത്തിൻ്റെ കല്ലാണ് ചെയ്തത്. നല്ലതുപോലെ എണ്ണ പുരട്ടി ദോശ ചുട്ടെടുത്താൽ നമുക്ക് ചട്നീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ ചെയ്തു നോക്കൂ. ബായ്.